ഒരു പേജാണ് ഒരായത്തുള്ളത്. ഒരായത്ത് ഒരു പേജ്. ഏത് സൂറത്താണ്? ഒന്ന് ഓതാൻ പറ്റുമോ? നമുക്ക് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഓതോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوا فليكتب بينكم كاتب بالعدل ولا يأبى كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبغض منه شيئا وإن كان الذي عليه الحق سفيعا أو ضعيفا أو لا يستطيع أن يمل فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين ورجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما وتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوا صغيرا أو كبيرا إلى أجل ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. ما شاء الله ما شاء الله. മോന്റെ പേരെന്താണ്? റിഫായി. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ഇത്രയും നേരം നിങ്ങൾക്ക് മുന്നിൽ ഓതിത്തന്നത്. മോനൊന്ന് എഴുന്നേറ്റ് നിൽക്കോ. റിഫായിയോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? പറയോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ എല്ലാ ആയത്തിലും അല്ലാഹു എന്ന് പറയുന്ന എല്ലാ ആയത്തിലും അല്ലാ എന്ന വാക്കുണ്ട്. സൂറത്തുൽ മുജാദില. മാഷാ അല്ലാഹ്. സൂറത്തുൽ മുജാദില എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിലെ എല്ലാ ആയത്തിലും അല്ലാഹു എന്ന വാക്കുണ്ട് അല്ലേ? ആ സൂറത്തിന്റെ തുടക്കം എങ്ങനെയാ? قد سمع الله ألا قد سمع الله قول التي تجادلك في زوجها آية ألا يا سورة എത്ര ആയത്തുണ്ട്? 22 ആയത്തുണ്ട് അല്ലേ? സൂറത്തു ഖുർആനിലെ പ്രവാചകന്മാരുടെ പേര്, ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ അല്ലേ? നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂനുസ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി, അങ്ങനെ പല പ്രവാചകന്മാരുണ്ട്. ചില പ്രവാചകന്മാരെ പേരെന്നെ കുറെ സൂറത്തിന് ഇട്ടിട്ടുണ്ട് ഇല്ലേ? അള്ളാഹു കുറെ സൂറത്തിന് പ്രവാചകന്മാരെ പേരിട്ടിട്ടുണ്ട്. ഒന്ന് പറയോ? യൂനുസ്, ഓക്കെ, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, മുഹമ്മദ്, നൂഹ്. എത്ര പ്രവാചകന്മാരായി? 6 പ്രവാചകന്മാർ. അതെ, 6 പ്രവാചകന്മാരുടെ പേര് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പേര് കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സൂറത്തിന് അവരുടെ പേര് ഇട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ്. അള്ളാഹു അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. മോന്റെ പേരെന്തേനു? റിഫായി. അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫായിക്ക് നല്ലൊരു ഹാഫിളാകാൻ, ആലിമാകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.